അടുത്തതായി റീകോമ്പിനേഷൻ. പേര് തന്നെ പുതിയ കോമ്പിനേഷൻ ഉണ്ടാവുന്ന. റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഷഫ്ലിംഗ് ഓഫ് ദ പാരൻ്റൽ ജീൻസ് ഇൻ ടു ന്യൂ കോമ്പിനേഷൻ. പാരൻ്റൽ ജീൻസ്, പാരൻ്റലുള്ള ആ ജീനുകൾ റീഷഫിൾ ചെയ്ത് ഒരു പുതിയ കോമ്പിനേഷനായി മാറുന്നതിനെയാണ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. സോ പാരൻ്റൽ ജീൻസ് ന്യൂ കോമ്പിനേഷൻ ആവുന്നത് എങ്ങനെയാണ്? ആ പാരൻ്റൽ ജീൻസ് തമ്മിൽ റീഷഫിൾ ചെയ്ത്, പാരൻസിലുള്ള ആ ജീനുകൾ റീഷഫിൾ ചെയ്ത് തമ്മിൽ ജീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്ത് റീഷഫിൾ ചെയ്ത് പുതിയ കോമ്പിനേഷൻ ആവുന്നതിനെ വിളിക്കുന്ന പേരാണ് റീകോമ്പിനേഷൻ. ഈ റീകോമ്പിനേഷൻ ആണ് ജനറ്റിക് വേരിയേഷൻ്റെ ഒരു വലിയ കോസ്. സോ ജനറ്റിക് വേരിയേഷന് കാരണക്കാരൻ എന്താണ്? റീകോമ്പിനേഷൻ. പാരൻ്റൽ ജീൻസ് റീഷഫിൾ ചെയ്ത് പുതിയ കോമ്പിനേഷൻ ആവുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? വേരിയേഷൻ സാധ്യമാവുന്നത്. സോ എന്തുകൊണ്ടാണ് ആ വേരിയേഷൻ വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് റീകോമ്പിനേഷൻ നടക്കുന്നത്? ആസ് എ റിസൾട്ട് ഓഫ് ക്രോസിംഗ് ഓവർ, ക്രോമസോമുകൾ തമ്മിൽ ക്രോസിംഗ് ഓവർ നടന്ന് ന്യൂ റീകോമ്പിനൻറ്റ് ക്യാരക്ടേഴ്സ് അറൈസ് ചെയ്യണം. സോ ക്രോമസോമുകൾ തമ്മിൽ, രണ്ട് ക്രോമസോമുകളുടെ ആമുകൾ തമ്മിൽ എന്ത് സമയം അവരുടെ ക്രൊമാറ്റിഡുകൾ തമ്മിൽ ക്രോസിംഗ് ഓവർ ചെയ്ത് പുതിയ റീകോമ്പിനൻറ്റ്, പുതിയ കോമ്പിനേഷനുള്ള ക്യാരക്ടേഴ്സ് ഫോം ചെയ്യുന്നു. അതുവഴി ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷീസ്. സോ പാരൻ്റൽ ജീൻസ് റീഷഫിൾ ചെയ്ത് പുതിയ കോമ്പിനേഷൻസിലുള്ള ഇതുണ്ടാകുമ്പോൾ അതിന് വഴി എന്തുണ്ടാകുന്ന ഒരു പുതിയ സ്പീഷീസാണ്. സോ പാരൻ്റൽ ജീൻസ് റീകമ്പൈൻ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ അവിടെ റീഷഫിളിങ് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? വേരിയേഷൻ അല്ലെങ്കിൽ ജനറ്റിക് വേരിയേഷൻ നടക്കുള്ളൂ. അതിന് നടക്കുന്ന ആ പ്രോസസ്സാണ് ക്രോസിംഗ് ഓവർ. സോ ക്രോമസോമുകൾ തമ്മിൽ ക്രോസിംഗ് ഓവർ ചെയ്തിട്ടാണ് പുതിയ റീകോമ്പിനൻറ്റ് ക്യാരക്ടേഴ്സ് ഫോം ചെയ്യുകയും അതുവഴി പുതിയ സ്പീഷീസ് ഫോം ചെയ്യുകയും ചെയ്യുന്നത്. സോ നമ്മുടെ മോർഗൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മോർഗൻ പറഞ്ഞു ഫോർമേഷൻ ഓഫ് റീകോമ്പിനൻറ്റ്. സോ റീകോമ്പിനേഷൻ വഴി ഉണ്ടാവുന്നവരെയാണ് റീകോമ്പിനൻറ്റ് എന്ന് പറയുന്നത്. സോ ഫോർമേഷൻ ഓഫ് റീകോമ്പിനൻറ്റ് ഈസ് ഡ്യൂ ടു ഒക്കറൻസ് ഓഫ് ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവർ കാരണമാണ് റീകോമ്പിനൻറ്റ് അല്ലെങ്കിൽ റീകോമ്പിനേഷൻ സാധ്യമാവുന്നത്. സോ ആ റീകോമ്പിനേഷൻ നടക്കുന്നത് എപ്പോഴാണ്? കയാസ്മ ഫോർമേഷൻ ഡ്യൂറിങ് മിയോസിസ്. മിയോസിസ് 1 കയാസ്മ ഫോർമേഷൻ നമ്മൾ പറഞ്ഞതാണ്. കയാസ്മ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ആ കയാസ്മ ഫോർമേഷൻ സമയത്താണ് എന്ത് നടക്കുന്നത്? ക്രോസിംഗ് ഓവർ നടക്കുന്നത്. സോ മിയോസിസ് 1 കുറേ സ്റ്റേജുകൾ നമ്മൾ പറഞ്ഞു. മിയോസിസ് 1 പ്രൊഫേസ് 1 തന്നെ 5 സ്റ്റേജസ് ആയിട്ട് തിരിച്ചിരുന്നു. അതിൽ നമ്മുടെ പാക്കറ്റീൻ സ്റ്റേജ്, പ്രൊഫേസ് 1 പാക്കറ്റീൻ സ്റ്റേജിലാണ് ഈ ക്രോസിംഗ് ഓവർ നടക്കുന്നത്. അപ്പോഴാണ് കയാസ്മ ഫോർമേഷൻ നടക്കുന്നത്. സോ മോർഗൻ പറഞ്ഞത് റീകോമ്പിനേഷൻ അല്ലെങ്കിൽ റീകോമ്പിനൻറ്റ് എന്ന് പറഞ്ഞ ആ റീകോമ്പിനേഷൻ വഴി ഉണ്ടാകുന്ന റീകോമ്പിനൻറ്റ് ഉണ്ടാവുന്നത് ക്രോസിംഗ് ഓവർ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ആ ക്രോസിംഗ് ഓവർ നടക്കുന്നത് മിയോസിസ് 1 നമ്മുടെ പാക്കറ്റീൻ സ്റ്റേജിൽ, പ്രൊഫേസ് 1 ഓഫ് മിയോസിസിൽ പാക്കറ്റീൻ സ്റ്റേജിലാണ് കയാസ്മ ഫോർമേഷൻ നടക്കുന്നത്. അപ്പോഴാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. സോ എന്താണ് ക്രോസിംഗ് ഓവർ? ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് സെഗ്മെൻറ്റ്സ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം. ഒരേപോലെയുള്ള ക്രോമസോമുകളുടെ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡുകൾ തമ്മിൽ അവരുടെ സെഗ്മെൻറ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴാണ് എന്ത് നടക്കുന്നത്? ക്രോസിംഗ് ഓവർ നടക്കുന്നത്. സോ നോൺ ഹോമോലോഗസ് ആയിട്ടുള്ള, ഒരേപോലെ അല്ലാത്ത ക്രോമസോമുകളുടെ, നോൺ ഹോമോലോഗസ് ക്രോമസോമുകളുടെ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡുകൾ തമ്മിൽ, സോ ഹോമോലോഗസ് ക്രോമസോമുകളുടെ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡുകൾ തമ്മിൽ സെഗ്മെൻറ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. സോ ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹോമോലോഗസ് ക്രോമസോമുകളുടെ, ഒരേപോലെയുള്ള ക്രോമസോമുകളുടെ ഒരേപോലെ അല്ലാത്ത നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡുകൾ തമ്മിൽ അവരുടെ സെഗ്മെൻറ്റുകളെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. സോ ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞതാണ് നമ്മൾ നേരത്തെ പഠിച്ച ലിങ്കേജിന് ഒരു എക്സെപ്ഷൻ. സോ ആ കംപ്ലീറ്റ് ലിങ്കേജ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലാണ്ടാവണത് എപ്പോഴാണ്? ക്രോസിംഗ് ഓവർ നടക്കുമ്പോഴാണ്. സോ ക്രോസിംഗ് ഓവർ ആണ് നമ്മൾ പറഞ്ഞ ഇൻകംപ്ലീറ്റ് ലിങ്കേജിന് കാരണക്കാരൻ. എന്തുകൊണ്ടാണ് ഇൻകംപ്ലീറ്റ് ലിങ്കേജ് നടക്കുന്നത്? ആ ലിങ്ക്ഡ് ജീനുകളിൽ ക്രോസിംഗ് ഓവർ നടക്കുമ്പോഴാണ് അത് ഇൻകംപ്ലീറ്റ് ലിങ്കേജ് ആയിട്ട് മാറുന്നത്. സോ ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞ ടേം പ്രപ്പോസ് ചെയ്ത് TH മോർഗനാണ്. എപ്പോഴാണ് ക്രോസിംഗ് ഓവർ നടക്കണേ നമ്മൾ പറഞ്ഞപ്പോഴാണ് മിയോസിസ് 1 പ്രൊഫേസ് 1 പാക്കറ്റീൻ സ്റ്റേജിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. എന്താണ് ക്രോസിംഗ് ഓവർ? ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ ഹോമോലോഗസ് ക്രോമസോമിൻ്റെ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡുകൾ അവരുടെ സെഗ്മെൻറ്റുകളെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. ഇതാണ്
ഹോമോലോഗസ് ആയിട്ടുള്ള ക്രോമസോമുകൾ. ഹോമോലോഗസ് ക്രോമസോമുകൾ 2. സോ പെയർ ഓഫ് ഹോമോലോഗസ് ക്രോമസോമുകൾ. ഇവരുടെ ഈ ആമും ഈ ആമും സിസ്റ്റർ ക്രോമാറ്റിഡുകളാണ്. ഈ ആമും സിസ്റ്റർ ക്രോമാറ്റിഡുകളാണ്. അതുപോലെ ഈ ക്രോമസോമിൻ്റെ ഈ ആമും സിസ്റ്റർ ക്രോമാറ്റിഡുകളാണ്. ഇതാണ് ക്രോമാറ്റിഡ്. ഒരു ക്രോമാറ്റിഡ് ഒരു. അപ്പോൾ ഇത് രണ്ടും സിസ്റ്റർ ക്രോമാറ്റിഡ്. ഇതൊരു ക്രോമാറ്റിഡ്, ഇതൊരു ക്രോമാറ്റിഡ്. ഇത് രണ്ടും സിസ്റ്റർ ക്രോമാറ്റിഡുകൾ എന്നാണ് പറയുക. ഇത് രണ്ടും സിസ്റ്റർ ക്രോമാറ്റിഡുകളാണ്. ഈ ക്രോമസോമിൻ്റെ ഇത് രണ്ടും സിസ്റ്റർ ക്രോമാറ്റിഡുകളാണ്. ഈ സിസ്റ്റർ ക്രോമാറ്റിഡുകൾ നോൺ സിസ്റ്റർ എന്നപ്പോൾ ഇത് രണ്ടും സിസ്റ്റർ ക്രോമാറ്റിഡ് ആണെങ്കിൽ ഇതെന്താണ്? നോൺ സിസ്റ്ററാണ്. ഹോമോലോഗസ് ക്രോമസോമിൻ്റെ ഇത് സിസ്റ്റർ ക്രോമാറ്റിഡ് ആണെങ്കിൽ ഇതെന്താണ്? നോൺ സിസ്റ്റർ ക്രോമാറ്റിഡുകളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ ഹോമോലോഗസ് ക്രോമസോമിൻ്റെ നോൺ സിസ്റ്റർ, ഇത് രണ്ടുമാണെങ്കിൽ സിസ്റ്റർ ക്രോമാറ്റിഡുകൾ, ഇതും തമ്മിലാണെങ്കിൽ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡുകൾ. സോ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, ഈ സെഗ്മെൻറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ക്രോസിംഗ് ഓവർ നടക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പുതിയ കോമ്പിനേഷനിലുള്ള ഓഫ് സ്പ്രിങ്സ് ഉണ്ടാവുകയും ചെയ്യുന്നത്. സോ ഈ ഹോമോലോഗസ് ക്രോമസോമുകൾ അതിൽ ക്രോസിംഗ് ഓവർ നടക്കുന്ന പിക്ചറാണ്. ഇതാണ് ഹോമോലോഗസ്. അതിൽ ഈ ക്രോമസോമിൽ ഇത് രണ്ടും എന്താണ്? സിസ്റ്റർ ക്രോമാറ്റിഡ്. അതിൻ്റെ ഈ സിസ്റ്റർ ക്രോമാറ്റിഡും ഇതാവുമ്പോൾ എന്താ? നോൺ സിസ്റ്റർ. ഈ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡുകൾ, ഈ ക്രോമാറ്റിഡും ഈ ക്രോമാറ്റിഡും എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ്? ഇവർ രണ്ട് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അത് നോൺ സിസ്റ്റർ ക്രോമാറ്റിഡുകളുടെ എക്സ്ചേഞ്ചുകളാണ്. സോ ഈ സെഗ്മെൻറ്റും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു. സോ ഈ ക്രോമസോമും ഇതിൻ്റെ ഈ ക്രോമാറ്റിഡും എന്ന് പറഞ്ഞാൽ രണ്ടും വേറെ ചെയ്തുകൊണ്ട് ഹോമോലോഗസ് ആണ്, പക്ഷേ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യണം. സോ ഈ ബ്ലൂ ഇതിൻ്റെ റെഡ്, അതുപോലെ ഈ ബ്ലൂ ഇതിൻ്റെ റെഡ്. സോ ഈ ക്രോമസോമിൻ്റെ ഈ ക്രോമാറ്റിഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ എക്സ്ചേഞ്ച് ചെയ്യണു, സെഗ്മെൻറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യണു. അങ്ങനെ അവസാനം നമുക്കൊരു പുതിയ കോമ്പിനേഷൻ കിട്ടുന്നു. ആ കോമ്പിനേഷനാണ് നമ്മൾ ഈ പറഞ്ഞ ബ്ലൂവിൻ്റെ ഈ ഭാഗം എക്സ്ചേഞ്ച് ആയിട്ട് വന്ന ഈ റെഡിൻ്റെ ക്രോമാറ്റിഡിൻ്റെ പകുതി ഭാഗം വീണ്ടും അതിൻ്റെ റിമൈനിങ് ബ്ലൂ ഭാഗം. സോ അതിൻ്റെ ബ്ലൂ ഭാഗം ഈ എക്സ്ചേഞ്ച് ചെയ്ത സെഗ്മെൻറ്റിൻ്റെ റെഡ് ഭാഗം വീണ്ടും അതിൻ്റെ ബ്ലൂ ഭാഗം. അത് തന്നെ ആ എക്സ്ചേഞ്ച് ചെയ്ത മറ്റേ ക്രോമാറ്റിഡിലും നോൺ സിസ്റ്റർ ക്രോമാറ്റിഡിലും അത് തന്നെ സംഭവിക്കുന്നു. അതിൻ്റെ റെഡ് ഭാഗം ഈ ബ്ലൂവിൻ്റെ കയറി വന്ന ആ ഭാഗം എക്സ്ചേഞ്ച് ചെയ്ത് പിന്നെ വീണ്ടും അതിൻ്റെ റെഡ്, വീണ്ടും അതിൻ്റെ റെഡ്, പിന്നെ ഇതിൽ നിന്ന് കയറി വന്ന ആ ബ്ലൂവിൻ്റെ ഭാഗം വീണ്ടും റെഡ്. സോ നോൺ സിസ്റ്റർ ഹോമോലോഗസ് ക്രോമസോമിൻ്റെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡുകളാണ് ഇത് രണ്ടും നോൺ സിസ്റ്റർ ക്രോമാറ്റിഡുകളാണ്. അതേസമയം ഇതും സിസ്റ്റർ ക്രോമാറ്റിഡുകളാണ്. സോ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡുകൾ ഹോമോലോഗസ് ക്രോമസോമിൻ്റെ ഇവർ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ക്രോസിംഗ് ഓവർ നടക്കുന്നത്. സോ നമ്മൾ എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ കയാസ്മാറ്റ ഫോർമേഷൻ നമ്മൾ പറഞ്ഞതാണ്. സോ കയാസ്മ ഫോർമേഷൻ എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ വരുന്നു, അതാണ് ക്രോസിംഗ് ഓവർ. ഈ സെഗ്മെൻറ്റും ഈ ക്രോമാറ്റിഡിൻ്റെ സെഗ്മെൻറ്റും തമ്മിൽ ക്രോസ് ഓവർ ചെയ്ത് പുതിയ കോമ്പിനേഷൻ ഉണ്ടാവുന്നു. ആ ക്രോസിംഗ് ഓവറാണ് നമ്മുടെ ഇൻകംപ്ലീറ്റ് ലിങ്കേജിന് കാരണക്കാരൻ. സോ ഇങ്ങനെ ക്രോസിംഗ് ഓവർ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ലിങ്ക്ഡ് ജീൻസിൽ സം ക്രോസിംഗ് ഓവർ നടന്നു, പുതിയ കോമ്പിനേഷൻ ഉണ്ടാവും എന്നർത്ഥം. എന്തെങ്കിലും നമ്മൾ പറഞ്ഞു ബ്രേക്കേജ് ഓഫ് ക്രോമസോം, ഈ ക്രോമസോമുകൾ ബ്രേക്ക് ചെയ്ത് പുതിയ കോമ്പിനേഷൻ ആവുന്നു, അതിൻ്റെ ഭാഗമായിട്ട് പുതിയ കോമ്പിനേഷൻസ് ഉണ്ടാവുന്നു. ഇതെപ്പോഴാണ് നടക്കുന്നത്? നമ്മുടെ മിയോസിസ് 1ൻ്റെ പ്രോഫേസ് 1 പാക്കറ്റീൻ സ്റ്റേജിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. സോ ക്രോസിംഗ് ഓവറിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പാരൻ്റൽ ജീൻസ്, ഈ പാരൻ്റൽ ജീൻസിൽ റീഷഫിളിംഗ് ഓഫ് ജീൻസിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു? പുതിയ കോമ്പിനേഷൻ സംഭവിക്കുന്നു. അതിനെയാണ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. സോ റീകോമ്പിനേഷൻ നടന്നാൽ മാത്രമേ വേരിയേഷൻ സംഭവിക്കുകയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് പുതിയ സ്പീഷീസുകൾ എറൈസ് ചെയ്യുന്നു. സോ എല്ലാ സെക്ഷൽ റീപ്രൊഡക്ഷനുകളിലും അല്ലെങ്കിൽ പുതിയ വേരിയേഷൻസിന് കാരണം എന്താണ്? റീകോമ്പിനേഷനാണ് അതിൻ്റെ കാരണം. പാരൻ്റൽ ജീൻസ് റീഷഫിൾ ചെയ്ത് അവിടെ ക്രോസിംഗ് ഓവർ നടന്ന് പുതിയ കോമ്പിനേഷൻസ് ഉണ്ടാവുന്നു. അതാണ് റീകോമ്പിനേഷൻ.